ഒരു വ്യക്തിക്ക് മകളെ വിവാഹം കഴിച്ച് കൊടുക്കുകയും പകരമായി അയാളുടെ മകളെ തിരിച്ച് വിവാഹം ചെയ്യുകയും ചെയ്യുന്ന രീതി ഇസ്ലാമിൽ മുമ്പുണ്ടായിരുന്നു. ഇപ്രകാരം തന്നെ യുദ്ധത്തിന് പോകുന്ന സൈനികർക്ക് കരാർ അടിസ്ഥാനത്തിലും താൽക്കാലിക അടിസ്ഥാനത്തിലുമൊക്കെ പണം കൊടുത്തുകൊണ്ട് വിവാഹം കഴിക്കാനുള്ള അനുവാദവും ഉണ്ടായിരുന്നു. അടിമ സ്ത്രീകളുമായിട്ട് ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലേർപ്പെടാനും അനുവാദമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇസ്ലാമിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഇസ്ലാമിന് മുമ്പുള്ള ശേഷമുള്ള ഇത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള വിവാഹ രീതികളെക്കുറിച്ചും അതിൻ്റെ അതിർവരമ്പുകൾ താണ്ടി ഒരു യാത്ര നമ്മളിന്ന് നടത്തുകയാണ്. തീർച്ചയായും ഇതിലെ ചില ആണികൾ ഇസ്ലാം എന്ന മതത്തിൻ്റെ നെഞ്ചിൽ തന്നെ നമ്മൾ തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. താല്പര്യമെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടാൻ ശ്രദ്ധിക്കുക. ചരിത്രപരമായി ലോകത്തെ മിക്ക പുരാതന സംസ്കാരങ്ങളിലും നിലനിന്നിരുന്നത് പോലെ ഇസ്ലാമിക ചരിത്രത്തിലും അടിമത്തം നിലനിന്നിരുന്നു. അക്കാലത്ത് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധം അനുവദനീയമായിരുന്നു. ഇതൊരു ചരിത്ര വസ്തുതയാണ്. എന്നാൽ ഇതിന് കൃത്യമായ നിബന്ധനകളും ഉണ്ടായിരുന്നു. ഇതൊരു വ്യഭിചാരമായിട്ടല്ല, മറിച്ച് ഉടമസ്ഥാവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ആധുനിക കാലത്തിൽ അടിമത്തം ആഗോളതലത്തിൽ നിരോധിക്കപ്പെടുകയും ഇസ്ലാമിക പണ്ഡിതന്മാർ അത് പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അടിമത്തം നിലവിലില്ലാത്തതിനാൽ ഈ നിയമത്തിന് പ്രസക്തിയുമില്ല. അടുത്തതായിട്ട് നിക്കാഹ് മുത്അ എന്ന് പറയുന്ന ഒരു രീതിയാണ്. ദൂരയാത്രകളിൽ സ്ത്രീകളെ പണം നൽകി നിശ്ചിത കാലത്തേക്ക് ഉപയോഗിക്കാമെന്ന വാദം നിക്കാഹ് മുത്അ എന്ന് അറിയപ്പെടുന്നു. ഇതിനെക്കുറിച്ചുള്ള വസ്തുത നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് ഇതിന് അനുമതി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി ഇത് എന്നേക്കുമായി നിരോധിച്ചുവെന്നാണ് ഭൂരിഭാഗം വരുന്ന സുന്നി മുസ്ലിങ്ങളുടെയും വിശ്വാസം. അതിനാൽ അവർ ഇതിനെ വ്യഭിചാരത്തിന് തുല്യമായിട്ട് കാണുന്നുമുണ്ട്. എന്നാൽ ചില ഷിയ വിഭാഗങ്ങൾ ഇപ്പോഴും ഇതിനെ അനുവദനീയമായി കാണുന്നുണ്ടെങ്കിലും അത് കർശന നിബന്ധനകൾക്ക് വിധേയമാണ്. എന്നാൽ ഇതൊരു പൊതുവായ ഇസ്ലാമിക നിയമമായി അവതരിപ്പിക്കുന്നത് തെറ്റുമാണ്. ഇസ്ലാമിൽ വ്യഭിചാരം എന്നത് അതീവ ഗൗരവമുള്ള കുറ്റകൃത്യമാണ്. വിവാഹബന്ധത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധം ഏറ്റവും വലിയ പാപമൊന്നായാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇതിന് കടുത്ത ശിക്ഷകളും നിശ്ചയിച്ചിട്ടുണ്ട്. നിക്കാഹ് മുത്അ അഥവാ താൽക്കാലിക വിവാഹത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി നമ്മൾ നോക്കുകയാണെങ്കിൽ മുത്അ എന്ന വാക്കിൻ്റെ അർത്ഥം ആസ്വാദനം എന്ന് തന്നെയാണ്. ഒരു പുരുഷനും സ്ത്രീയുടെ കൃത്യമായ ഒരു കാലയളവ്, ഉദാഹരണത്തിന് ഒരു ദിവസമോ ഒരു മാസമോ ഒരു വർഷമോ ഇത്തരത്തിലുള്ള കാലയളവ് നിശ്ചയിച്ചുകൊണ്ട് നിശ്ചിത തുക പ്രതിഫലമായി നൽകി നടത്തുന്ന വിവാഹ കരാറാണിത്. നിശ്ചിത സമയം കഴിയുന്നതോടെ ഈ ബന്ധം താനെ അവസാനിക്കും. ഇവിടെ വിവാഹമോചനം അല്ലെങ്കിൽ ത്വലാഖ് ചെല്ലേണ്ട ആവശ്യകതയില്ല. ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ദീർഘദൂര യുദ്ധങ്ങൾക്കും യാത്രകൾക്കും പോകുന്ന സൈനികർക്കും മറ്റും വ്യഭിചാരത്തിൽ അകപ്പെടാതിരിക്കാൻ പ്രവാചകൻ മുഹമ്മദ് നബി ഇതിന് അനുവാദം നൽകിയിരുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു സാമൂഹിക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ അനുമതി നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ, അതായത് സുന്നി ഷിയ ഈ വിഭാഗങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസവുമുണ്ട്. ഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഖൈബർ യുദ്ധവേളയിലോ അല്ലെങ്കിൽ മക്ക വിജയത്തിന് ശേഷമോ പ്രവാചകൻ നിക്കാഹ് മുത്അ എന്നേക്കുമായി നിരോധിച്ചിട്ടുണ്ട്. ഖുർആനിലെ വിവാഹ നിയമങ്ങൾ വന്നതോടെ ഈ രീതി റദ്ദാക്കപ്പെട്ടുവെന്നും ഇതിപ്പോൾ നടത്തിയാൽ അത് വ്യഭിചാരത്തിന് തുല്യമാണെന്നാണ് ഇവരുടെ നിലപാട്. രണ്ടാം ഖലീഫയായിട്ടുള്ള ഉമർ ബിൻ ഖത്താബാണ് ഇത് പരസ്യമായി നിരോധിച്ചതായും സുന്നി ചരിത്രരേഖകൾ പറയുന്നുണ്ട്. ഷിയ വിഭാഗം വിശ്വസിക്കുന്നത് പ്രവാചകൻ ഇത് നിരോധിച്ചിട്ടില്ലെന്നും ഖലീഫ ഉമറാണ് ഇത് നിരോധിച്ചതെന്നുമാണ്. അതിനാൽ തന്നെ ഇന്നും അവരുടെ നിയമസംഹിതയിൽ മുത്അ അനുവദനീയമാണ്. എന്നാൽ ഇതിന് കർശനമായ നിബന്ധനകളുമുണ്ട്. ഒന്നാമതായിട്ട് സ്ത്രീയുടെ സമ്മതം, മഹർ നൽകൽ, ജനിക്കുന്ന കുട്ടികൾക്ക് പിതാവിൻ്റെ സ്വത്തിൽ നിന്നുള്ള അവകാശം തുടങ്ങിയവയൊക്കെ പ്രധാനമാണ്. മുത്അ വിവാഹത്തിലും സാധാരണ വിവാഹത്തിലെ പോലെ തന്നെ ചില നിയമങ്ങളുണ്ട്. സ്ത്രീയും പുരുഷനും പരസ്പര സമ്മതത്തോടെ ആയിരിക്കണം. കൃത്യമായൊരു തുക നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. ബന്ധം അവസാനിക്കുന്ന സമയം മുൻകൂട്ടി തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ബന്ധം പിരിഞ്ഞാൽ സ്ത്രീ മറ്റൊരു വിവാഹത്തിന് മുമ്പ് അതായത് കാത്തിരിപ്പ് കാലാവധി പാലിക്കണം.
ചുരുക്കത്തിൽ ലോകത്തെ 85 മുതൽ 90% വരുന്ന മുസ്ലിങ്ങളും ഇത് നിഷിദ്ധമായി കാണുന്നു. എന്നാൽ ഒരു ചെറിയ വിഭാഗം ഇതിനെ ഇന്നും മതപരമായി അംഗീകരിക്കുന്നുമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസമാണ് പലപ്പോഴും വിമർശകർക്കിടയിലും ചർച്ചകൾക്കിടയിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. കുടുംബം എന്ന സ്ഥിരമായ സാമൂഹിക വ്യവസ്ഥയെ തകർക്കുന്ന ഒന്നായതിനാലാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇതിനെ എതിർക്കുന്നതായിട്ട് കാണുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെയും നിയമസംഹിതയിലെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും എന്നാൽ ഇന്ന് ലോകത്ത് ഒരിടത്തും പ്രാബല്യത്തിൽ ഇല്ലാത്തതുമായ ഒരു വിഷയമാണ് അടിമ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം. ആധുനിക കാലഘട്ടത്തിൽ അടിമത്തം ലോകവ്യാപകമായി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക പണ്ഡിതന്മാരും മുസ്ലിം രാജ്യങ്ങളും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഒപ്പുവെക്കുകയും അടിമത്തം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇന്ന് ഒരാൾക്ക് ഒരു അടിമ സ്ത്രീയെ സ്വന്തമാക്കാനോ അവരുമായി ബന്ധത്തിലേർപ്പെടാനോ യാതൊരു അനുവാദവും ഉണ്ടായിരിക്കുകയില്ല. ഇതിന്ന് നിയമപരമായും മതപരമായും കുറ്റകരമാണ്. പുരാതന കാലത്ത് ഇസ്ലാമിന് മുമ്പും ശേഷവും ലോകത്തെല്ലായിടത്തും യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ അടിമകളാക്കുന്ന രീതിയുണ്ടായിരുന്നു. അക്കാലഘട്ടത്തിൽ ഇസ്ലാം നൽകിയ വിധി ഇപ്രകാരമായിരുന്നു: വിവാഹം കഴിക്കാതെ തന്നെ തൻ്റെ ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുരുഷന്മാർക്ക് അനുവദനീയമായിരുന്നു. ഖുർആനിലെ ചില സൂക്തങ്ങൾ, ഉദാഹരണത്തിന് 23:6 ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഇതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു അടിമ സ്ത്രീക്ക് ഒന്നിലധികം ഉടമസ്ഥർ ഉണ്ടാവാൻ പാടില്ല, അവൾ ഗർഭിണിയാണെങ്കിൽ പ്രസവം വരെ ബന്ധം പാടില്ല തുടങ്ങിയവ ഇതിൽ ചിലതാണ്. അവരെ ഉപദ്രവിക്കാനോ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കാനോ പാടില്ലാത്തതായിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാം അടിമത്തം പെട്ടെന്ന് നിരോധിക്കുന്നതിന് പകരം ഘട്ടം ഘട്ടമായിട്ട് ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. അതിനായി ചില നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. പാപപരിഹാരമായി അടിമകളെ മോചിപ്പിക്കുന്നത് വലിയ പുണ്യമായി ഇസ്ലാം നിശ്ചയിച്ചു. അടിമ സ്ത്രീയിൽ ഉടമയ്ക്ക് കുട്ടി ജനിച്ചാൽ ആ കുട്ടി സ്വതന്ത്രനായിരിക്കുമെന്നും ആ കുട്ടിക്ക് തൻ്റെ പിതാവിൻ്റെ സ്വത്തിൽ അവകാശമുണ്ടാകുമെന്നും പിതാവിൻ്റെ മരണശേഷം ആ സ്ത്രീ സ്വയം സ്വതന്ത്രയാകുമെന്നും ഈ നിയമം വഴി ലക്ഷക്കണക്കിന് അടിമ സ്ത്രീകളാണ് ചരിത്രത്തിൽ മോചിപ്പിക്കപ്പെട്ടതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അടിമയ്ക്ക് പണം നൽകി സ്വയം മോചിതനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടമ അത് അനുവദിച്ചു കൊടുക്കണമെന്ന് നിയമം വന്നിട്ടുണ്ട്. ഈ നിയമം ഇന്ന് പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. എന്നാൽ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ അക്കാലത്ത് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് സംരക്ഷണമോ അഭയമോ നൽകാൻ ഇത് മറ്റ് സാമൂഹിക സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നിയമം നിലനിന്നിരുന്നത്. ആധുനിക ജനാധിപത്യ സംവിധാനങ്ങളും മനുഷ്യാവകാശ നിയമങ്ങളും വന്നതോടെ ഈ പഴയ നിയമങ്ങൾക്കെല്ലാം പ്രസക്തി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. മുൻപ് അനുവദനീയമായിരുന്ന ഈ കാര്യം സാമൂഹിക മാറ്റങ്ങൾക്കും ആഗോള നിയമങ്ങൾക്കും അനുസൃതമായി ഇന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള ഒന്നാണ്. അതിനാൽ പഴയ ചരിത്രരേഖകളെ ഇന്നത്തെ കാലഘട്ടവുമായി നേരിട്ട് താരതമ്യം ചെയ്യുന്നത് തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും. നമുക്ക് നോക്കാം ഖുർആൻ 23:6 എന്താണെന്നുള്ളതിൻ്റെ വിശദീകരണം നോക്കുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂനിലെ വിശ്വാസികൾ എന്ന അധ്യായത്തിലെ 5-6 സൂക്തങ്ങൾ വിശ്വാസികളുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണിത്. ആ സൂക്തങ്ങളുടെ ഏകദേശ അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ, തങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരുമത്രേ അവർ. വിശ്വാസികൾ തങ്ങളുടെ പങ്കാളിയുമായോ തങ്ങളുടെ കൈവശമുള്ള അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധം ഒഴികെ അങ്ങനെയുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവർ ആക്ഷേപിക്കപ്പെടുന്നതല്ല. ഈ സൂക്തത്തിൻ്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാം. വിശ്വാസികൾ തങ്ങളുടെ ലൈംഗികതയെ നിയന്ത്രിക്കണമെന്നും അധാർമികമായ വഴികളിൽ, അതായത് വ്യഭിചാരം പോലെയുള്ളവ ഉപയോഗിക്കരുതെന്നും ഈ വചനം നിഷ്കർഷിക്കുന്നുണ്ട്. ലൈംഗിക ബന്ധത്തിന് മതം അനുവദിച്ച പരിധികൾ ലംഘിക്കാത്തവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നതാണ് ഇതിൻ്റെ സന്ദേശം. ഈ സൂക്തത്തിൽ പറയുന്ന നിങ്ങളുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയവർ എന്നത് ചരിത്രപരമായി നിലനിന്നിരുന്ന അടിമ സ്ത്രീകളെ ഉദ്ദേശിച്ചുള്ളതാണ്. ഖുർആൻ അവതരിച്ച കാലത്ത് ലോകമെമ്പാടും അടിമത്തം ഒരു വ്യവസ്ഥിതിയായി നിലനിന്നിരുന്നു. അന്ന് യുദ്ധങ്ങളിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നിയമപരമായും സംരക്ഷണം നൽകുന്നതിനും അവർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം ഉറപ്പാക്കുന്നതിനും ഉടമസ്ഥർക്ക് അവരുമായി ബന്ധപ്പെടാൻ അനുവാദം നൽകിയിരുന്നു. ഇത് കേവലം ലൈംഗിക അതിക്രമമായിരുന്നില്ല. ഒരു അടിമ സ്ത്രീയെ ഉടമ ബന്ധപ്പെടുമ്പോൾ അവൾക്ക് ഭാര്യയ്ക്ക് സമാനമായ പല അവകാശങ്ങളും ലഭിച്ചിരുന്നു. അവളിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഉടമയുടെ സ്വത്തിൽ അവകാശമുണ്ടാകുകയും ഉടമയുടെ മരണശേഷം ആ സ്ത്രീ സ്വതന്ത്രയാകുകയും ചെയ്യുമായിരുന്നു. ഇന്നത്തെ പ്രസക്തി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഈ സൂക്തത്തിൽ പറയുന്ന അടിമ സ്ത്രീകൾ എന്ന വിഭാഗം ഇന്നത്തെ കാലത്ത് നിലവിലില്ല. ആഗോളതലത്തിൽ അടിമത്തം നിരോധിക്കപ്പെട്ടതോടെ ഈ നിയമം പ്രായോഗികമായി റദ്ദാക്കപ്പെട്ടു. ആധുനിക ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾക്ക് ലൈംഗിക ബന്ധം അനുവദനീയമായിട്ടുള്ളത് വിവാഹത്തിലൂടെയുള്ള പങ്കാളിയുമായി മാത്രമാണ്. ഈ സൂക്തത്തിൻ്റെ പ്രധാന ലക്ഷ്യം ലൈംഗിക അരാജകത്വം തടയുക എന്നതായിരുന്നു. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എല്ലാത്തരം അവിഹിത ബന്ധങ്ങളെയും തടഞ്ഞുകൊണ്ട് ലൈംഗികതയ്ക്ക് ഒരു നിയമപരമായ ചട്ടക്കൂട്, വിവാഹം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഉടമസ്ഥാവകാശം നിർണ്ണയിക്കുകയാണ് ഖുർആൻ ചെയ്തത്.
മുഅ്മിനൂനിലെ ഈ സൂക്തം ലൈംഗിക അച്ചടക്കത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അടിമത്തം അവസാനിച്ചതോടെ ഇതിലെ രണ്ടാമത്തെ പരാമർശം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. ഇന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പങ്കാളിയുമായിട്ടുള്ള ബന്ധം മാത്രമാണ് ഈ സൂക്തപ്രകാരം അനുവദനീയമായിട്ടുള്ളത്. ഇസ്ലാമിലെ കർമ്മശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ അടിമയായി കിട്ടിയാൽ ബന്ധം ഹലാലായിരിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് ഇതിനുള്ള ഉത്തരം അല്ല എന്നതാണ്. അതായത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ അടിമയായി ലഭിച്ചാലും അവരുമായി ബന്ധത്തിലേർപ്പെടാൻ സാധിക്കുകയില്ല. അതായത് ഹലാൽ അല്ല. ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിലെ മലക്കത്ത് ഐമാനുഹും നിങ്ങളുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന നിയമം പുരുഷന്മാർക്ക് അവരുടെ കീഴിലുള്ള അടിമ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ മാത്രമുള്ളതായിരുന്നു. ഒരു സ്ത്രീക്ക് തൻ്റെ കീഴിലുള്ള അടിമയുമായി അത്തരമൊരു ബന്ധം പുലർത്താൻ നിയമപരമായി അനുവാദമില്ല. ഒരു സ്ത്രീക്ക് ലൈംഗിക ബന്ധം അനുവദനീയമാകുന്നത് നിക്കാഹ് എന്ന കരാറിലൂടെ മാത്രമാണ്. ഉടമസ്ഥതയും വിവാഹവും. ഒരു സ്ത്രീക്ക് തൻ്റെ അടിമയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ പോലും ആദ്യം അയാളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അടിമയായിരിക്കെ അയാളെ വിവാഹം കഴിക്കാനും സാധ്യമല്ല. ഉടമയും അടിമയും തമ്മിലുള്ള ബന്ധം യജമാനത്തെയും വേലക്കാരനും എന്ന നിലയിൽ മാത്രമായിരിക്കണമെന്നും പറയുന്നു. ഖുറാനിലെ 23:6 അല്ലെങ്കിൽ 4:24 തുടങ്ങിയ സൂക്തങ്ങളിൽ പറയുന്ന ഇളവുകൾ പുരുഷന്മാർക്ക് അവരുടെ അടിമ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമാണ് നൽകിയിട്ടുള്ളത്. സ്ത്രീകൾക്ക് അവരുടെ പുരുഷ അടിമകളുമായി ബന്ധപ്പെടാമെന്ന് ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം അനുസരിച്ച് ഇത് നിഷിദ്ധമാണ്. പുരാതന കാലത്തെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് കുടുംബത്തിൻ്റെ പ്രതികൃത്യം സംരക്ഷിക്കുന്നതിലാണ് മുൻഗണന നൽകുന്നത്. ഒരു സ്ത്രീക്ക് തൻ്റെ അടിമയുമായി ബന്ധമുണ്ടാകുന്നത് ആ സാമൂഹിക ക്രമത്തിന് വിരുദ്ധമായി അന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. ഇസ്ലാമിക നിയമപ്രകാരം ഒരു സ്ത്രീക്ക് തൻ്റെ പുരുഷ അടിമയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ യാതൊരു അനുവാദവുമില്ല. അത്തരമൊരു പ്രവൃത്തി വ്യഭിചാരമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. കൂടാതെ നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ ഇന്ന് അടിമത്തം നിലവിലില്ലാത്തതിനാൽ ഈ ചർച്ചകൾക്ക് ചരിത്രപരമായ പ്രസക്തി മാത്രമേ ഉള്ളൂ. മറ്റൊന്നാണ് കരാർ വിവാഹത്തിന് സ്ത്രീകൾക്ക് അനുവാദമുണ്ടോ എന്ന ചോദ്യം. അത് അനുവദനീയമാണെന്ന് വിശ്വസിക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ പ്രധാനമായും ഷിയ വിഭാഗം സ്ത്രീകൾക്കും ഇതിന് അനുവാദമുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ നിയമങ്ങൾ സാധാരണ വിവാഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇക്കാര്യത്തിലുള്ള പ്രധാന വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ സമ്മതം വളരെ പ്രധാനമാണ്. മറ്റേതൊരു വിവാഹത്തെയും പോലെ കരാർ വിവാഹത്തിലും സ്ത്രീയുടെ പൂർണ്ണ സമ്മതം നിർബന്ധമാണ്. സമ്മതമില്ലാതെ ഇത്തരമൊരു കരാറിൽ ഏർപ്പെടാൻ പാടില്ല. നിബന്ധന 2. ഒരു സ്ത്രീ കരാർ വിവാഹത്തിൽ ഏർപ്പെടുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. 1. വിവാഹ കരാർ സമയത്ത് തന്നെ പുരുഷൻ സ്ത്രീക്ക് നിശ്ചിത തുകയോ സമ്മാനമോ നൽകിയിരിക്കണം. 2. എത്ര കാലത്തേക്കാണ് ഈ ബന്ധമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. കരാർ കാലാവധി കഴിഞ്ഞാൽ ആ സ്ത്രീ നിശ്ചിത കാലം, അതായത് 2 ആർത്തവ ചക്രം അല്ലെങ്കിൽ 45 ദിവസം കാത്തിരിക്കേണ്ടതായിട്ടുമുണ്ട്. ഈ കാലയളവിനുള്ളിൽ മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ല. എന്തെന്നാൽ ആ ബന്ധത്തിൽ ഗർഭമുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണിത്. മാത്രമല്ല കുട്ടിയുടെ പിതാവ് ആരാണ് എന്ന് മനസ്സിലാക്കാനും കൂടിയാണ് ഇത്. പുനർവിവാഹിതർക്കും കന്യകമാർക്കുമുള്ള വ്യത്യാസം. പല പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ മുമ്പ് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീക്ക്, വിധവയോ വിവാഹമോചിതയോ ആയ ഒരു സ്ത്രീക്ക് സ്വന്തം തീരുമാനപ്രകാരം കരാർ വിവാഹത്തിൽ ഏർപ്പെടാം. എന്നാൽ ഒരിക്കലും വിവാഹം കഴിയാത്തൊരു പെൺകുട്ടിക്ക് പിതാവിൻ്റെയോ രക്ഷിതാവിൻ്റെയോ അനുവാദം വേണമെന്ന് ഭൂരിഭാഗം ഷിയ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. സുന്നി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കായാലും പുരുഷനായാലും കരാർ വിവാഹം പൂർണ്ണമായും നിഷിദ്ധമാണ്. ഇത് വ്യഭിചാരത്തിന് തുല്യമായി അവർ കാണുന്നുണ്ട്. അതിനാൽ സുന്നി നിയമപ്രകാരം സ്ത്രീകൾക്ക് ഇതിന് അനുവാദമില്ല. കരാർ വിവാഹവും നിക്കാഹ് മിസിയാറും. ചില സുന്നി രാജ്യങ്ങളിൽ നിക്കാഹ് മിസിയാർ എന്നൊരു രീതി നിലവിലുണ്ട്. ഇതിൽ സ്ത്രീ തൻ്റെ ചില അവകാശങ്ങൾ, ഉദാഹരണത്തിന് താമസം, സാമ്പത്തിക സഹായം തുടങ്ങിയവ വേണ്ടെന്ന് വയ്ക്കുന്നു. ഇതൊരു കരാർ പോലെ തോന്നിക്കുമെങ്കിലും ഇതിൽ കാലാവധി നിശ്ചയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായ ഒരു വിവാഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ മുത്തുവ വിവാഹം അംഗീകരിക്കുന്ന വിഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് അതിന് അനുവാദമുണ്ടെങ്കിലും ഇസ്ലാമിലെ ഭൂരിപക്ഷ വിഭാഗവും ഇത് അംഗീകരിക്കുന്നില്ല. ഇന്ന് ലോകത്തെ ഭൂരിഭാഗം മുസ്ലിം രാജ്യങ്ങളിലും നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് സ്ഥിര വിവാഹം മാത്രമാണ്. നിക്കാഹ് മിസിയാറിനെ കുറിച്ച് വിശദമായി നോക്കുകയാണെങ്കിൽ നിക്കാഹ് മിസിയാർ എന്നത് ആധുനിക കാലത്ത് ചില മുസ്ലിം രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെയുള്ള ഇടങ്ങളിൽ കണ്ടുവരുന്ന ഒരു വിവാഹ രീതിയാണ്. ഇതിനെ യാത്രക്കാരൻ്റെ വിവാഹം എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ പ്രധാന വശങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഔദ്യോഗികമായ വിവാഹം തന്നെയാണിത്. എന്നാൽ ഇതിൽ സ്ത്രീ തൻ്റെ ചില നിയമപരമായ അവകാശങ്ങൾ സ്വമേധയാ വേണ്ടെന്ന് വയ്ക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ വിവാഹത്തിൽ പുരുഷൻ സ്ത്രീക്ക് താമസ സൗകര്യവും ഭക്ഷണവും മറ്റ് ജീവിത ചെലവുകളും നൽകാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ മിസിയാറിൽ സ്ത്രീ ഈ അവകാശങ്ങൾ പ്രധാനമായും താമസവും സാമ്പത്തിക ചെലവുകളും
വേണ്ട എന്ന് വെക്കുകയും പുരുഷനിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നില്ല എന്ന കരാറിലാണ് ഈ വിവാഹം നടക്കുന്നത്. ഒരു മിസിയാർ വിവാഹം സാധുവാകണമെങ്കിൽ സാധാരണ വിവാഹത്തിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ചിരിക്കണം. സ്ത്രീയുടെയും പുരുഷൻ്റെയും സമ്മതം, വിവാഹത്തിൻ്റെ കരാറ്, സാക്ഷികളുടെ സാന്നിധ്യം, മഹർ അഥവാ വിവാഹ മൂല്യം, രക്ഷിതാവിൻ്റെ സമ്മതം. മുത്തുവ വിവാഹവും മിസിയാറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിക്കാഹ് മുത്തുവ മുൻകൂട്ടി നിശ്ചയിച്ച സമയം, അതായത് 1 മാസം സമയം കഴിഞ്ഞാൽ ബന്ധം അവിടെ അവസാനിക്കുന്നു. എന്നാൽ നിക്കാഹ് മിസിയാറിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ സമയപരിധിയില്ല, ഇതൊരു സ്ഥിര വിവാഹമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ മുത്തുവയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവാഹമോചനം വേണ്ട, സമയം കഴിഞ്ഞാൽ പിരിയാമെന്നതാണ്. എന്നാൽ മിസിയാറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവാഹമോചനം തലാക്ക് തന്നെ വേണ്ടിവരും. അതുപോലെ തന്നെ മുത്തുവ സുന്നി വിവാഹം നിരോധിച്ചതായും ഷിയ വിഭാഗത്തിൽ നിലവിലുള്ളതായിട്ടും കാണാൻ സാധിക്കും. അതുപോലെ മിസിയാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം സുന്നി പണ്ഡിതന്മാരും ഇതിനെ നിയമപരമായി അംഗീകരിക്കുന്നുമുണ്ട്. എന്തുകൊണ്ട് മിസിയാർ വിവാഹം നടക്കുന്നു? സാമൂഹ്യമായ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഈ രീതി ഉപയോഗിക്കപ്പെടുന്നത്. ഭാര്യയും കുട്ടികളുമുള്ള ഒരാൾക്ക് മറ്റൊരു വിവാഹം കൂടി കഴിക്കണമെന്നുണ്ടെങ്കിലും സാമ്പത്തികമായി 2 വീടുകൾ നോക്കാൻ സാഹചര്യമുണ്ട് എങ്കിലും വിവാഹമോചിതരോ വിധവകളോ ആയ സ്ത്രീകൾക്ക് സ്വന്തമായി വീടും ജോലിയും ഉണ്ടെങ്കിൽ അവർക്ക് കൂട്ടിനായി ഒരു പങ്കാളിയെ വേണമെന്നുണ്ടാകും. എന്നാൽ അവരുടെ സ്വതന്ത്രമായ ജീവിതം വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തപ്പോഴും മിസിയാർ തിരഞ്ഞെടുക്കാറുണ്ട്. വിവാഹത്തിൻ്റെ വലിയ ചെലവുകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു മാർഗം തിരഞ്ഞെടുക്കാറുണ്ട്. മിസിയാർ വിവാഹത്തെ പല പണ്ഡിതന്മാരും നിയമപരമായി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇത് ധാർമ്മികമായി ശരിയല്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ഇത് കാരണമാകുന്നുവെന്നും വിവാഹം എന്ന പരിശുദ്ധ ബന്ധത്തെ ഇത് ലഘൂകരിക്കുന്നുവെന്നുമാണ് പ്രധാനമായിട്ടുള്ള വിമർശനം. കൂടാതെ ഇത് രഹസ്യമായി നടക്കാറുള്ളതിനാൽ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാനും സാധ്യതയുണ്ട്. മിസിയാർ വിവാഹം എന്നത് ഇസ്ലാമിക നിയമപ്രകാരം സാധുവായ ഒരു വിവാഹമാണ്. പക്ഷേ അതിൽ സ്ത്രീ പുരുഷൻ്റെ മേലുള്ള തൻ്റെ സാമ്പത്തികവും താമസപരവുമായ അവകാശങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ഇസ്ലാമിലെ ഇതുപോലെ വിചിത്രമായിട്ട് നമുക്ക് തോന്നാവുന്ന മറ്റു കുറച്ച് രീതികൾ കൂടി പരിശോധിക്കാം. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന മറ്റു ചില നിയമങ്ങളും രീതികളും കൂടിയുണ്ട്. ഇവയിൽ പലതും പ്രത്യേക സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾക്കിടയിലോ മാത്രം നിലനിൽക്കുന്നവയാണ്. അവ നമുക്ക് നോക്കുകയാണെങ്കിൽ, നിക്കാഹ് ശിഹാർ ഇതൊരു കൈമാറ്റ വിവാഹ രീതിയാണ്. ഉദാഹരണത്തിന്, ഒരു പിതാവ് തൻ്റെ മകളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും പകരമായി അയാളുടെ മകളെ സ്വന്തം വിവാഹത്തിനായോ മകൻ്റെ വിവാഹത്തിനായോ ആവശ്യപ്പെടുകയും ചെയ്യുന്ന രീതിയാണിത്. ഈ രീതിയിൽ മഹർ അഥവാ വിവാഹ മൂല്യം നിശ്ചയിക്കാത്തതിനാൽ മിക്കവാറും എല്ലാ ഇസ്ലാമിക വിഭാഗങ്ങളും ഇതിനെ നിരോധിച്ചിട്ടുണ്ട്. അതായത് ഓരോ വിവാഹത്തിനും പ്രത്യേകം മഹർ നിശ്ചയിക്കണമെന്ന് ഇസ്ലാമിൻ്റെ നിയമമാണ്. നിക്കാഹ് അൽ ഹലാല. ഒരാൾ തൻ്റെ ഭാര്യയെ 3 തവണ തലാക്ക് ചൊല്ലി വേർപിരിഞ്ഞാൽ പിന്നീട് അവർക്ക് വീണ്ടും വിവാഹം കഴിക്കണമെങ്കിൽ ആ സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ആ ബന്ധം വേർപിരിയുകയും വേണം. ഇതിനെയാണ് ഹലാല എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ വിധി നോക്കുകയാണെങ്കിൽ വീണ്ടും ഒന്നിക്കാൻ വേണ്ടി മാത്രം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തുന്ന ഇത്തരം താൽക്കാലിക വിവാഹങ്ങളെ പ്രവാചകൻ ശക്തമായി ശപിച്ചിട്ടുള്ളതാണ്. ഇതിനെ നമുക്ക് ഹദീസുകളിൽ കാണാനും സാധിക്കുന്നതാണ്. അതിനാൽ ഇത് ഭൂരിഭാഗം പണ്ഡിതന്മാർ തെറ്റായ പ്രവണതയായി കാണുന്നുണ്ട്. ഇന്ത്യയിൽ ഇത് നിയമപരമായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ള വിഷയമാണ്. ഉർഫി വിവാഹം. ഈജിപ്റ്റ് പോലെയുള്ള ചില അറബ് രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു രീതിയാണിത്. ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാതെ 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഒരു പേപ്പറിൽ ഒപ്പിട്ട് നടത്തുന്ന വിവാഹമാണിത്. സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനും കുടുംബ ബന്ധങ്ങളിൽ നിന്ന് രഹസ്യമാക്കി വയ്ക്കാനും ചിലർ ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ നിയമപരമായ പരിരക്ഷ കുറവായതിനാൽ സ്ത്രീകൾക്കിത് പലപ്പോഴും ദോഷകരമായി മാറാറുണ്ട്. നിക്കാഹ് അൽഗത്ത്. ഇസ്ലാമിന് മുമ്പ് നിലനിന്നിരുന്ന ഒരു രീതിയാണിത്. ഔദ്യോഗികമായ വിവാഹം കൂടാതെ രഹസ്യമായി കാമുകന്മാരെ പോലെ കഴിയുന്ന രീതിയാണിത്. ഇതിൻ്റെ വിധി നോക്കുകയാണെങ്കിൽ ഖുർആൻ ഈ രീതിയെ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വിവാഹം എന്നത് പരസ്യമായി പ്രഖ്യാപിക്കപ്പെടേണ്ട ഒന്നാണെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. മുഖാത്തബ. അടിമത്തം നിലനിന്നിരുന്ന കാലത്ത് ഒരു അടിമ തൻ്റെ ഉടമയുമായി ഉണ്ടാക്കുന്ന ഒരു സാമ്പത്തിക കരാറാണിത്. നിശ്ചിത തുക തവണകളായി നൽകിയാൽ അടിമയെ മോചിപ്പിക്കാമെന്ന് ഉടമ സമ്മതിക്കുന്ന രീതി. ഇത് അടിമത്തം ഇല്ലാതെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു നിയമമായിരുന്നു. ഇദ്ദ. ഒരു വിവാഹബന്ധം വേർപിരിയുകയോ ഭർത്താവ് മരിക്കുകയോ ചെയ്താൽ ആ സ്ത്രീ നിശ്ചിത കാലം, സാധാരണയായി 3 മാസമുറ അല്ലെങ്കിൽ പ്രസവം വരെയുള്ള കാലം കാത്തിരിക്കണം. ഇത് ഗർഭസ്ഥ ശിശുവിൻ്റെ പിതൃത്വം ഉറപ്പാക്കാനും ആ സ്ത്രീയുടെ മാനസിക വിശ്രമത്തിനുമാണിത്. ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളിൽ കാലാകാലങ്ങളായി പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. സാമൂഹിക സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് പഴയ കാലത്തെ രീതികൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ രീതികളായിട്ടുള്ള മിസിയാർ പോലെയുള്ളവ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇസ്ലാമിക നിയമപ്രകാരം ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഇളവുകൾ എന്നതിലുപരി അനുവദിക്കപ്പെട്ട വഴികൾ
വളരെ വ്യക്തമായി നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. പഴയ കാലത്ത് നിലനിന്നിരുന്ന അടിമത്തം പോലെയുള്ള രീതികൾ ഇന്ന് പൂർണ്ണമായും ഇല്ലാത്തതിനാൽ നിലവിലെ നിയമങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ ലൈംഗിക ബന്ധത്തിന് അനുവദിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായിട്ടുള്ള മാർഗം നിയമപരമായ വിവാഹമാണ്. ഇതിൽ പുരുഷനും സ്ത്രീക്കും പരസ്പരമുള്ള അവകാശങ്ങളും കടമകളും കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. നിക്കാഹ് മിസ്യാർ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആധുനിക കാലത്ത് നിലനിൽക്കുന്ന ഒരു പ്രധാന ഇളവായി ഇതിനെ കാണാം. ഇതിൽ ഭാര്യ തൻ്റെ സാമ്പത്തിക ചിലവുകൾ, താമസം തുടങ്ങിയവ അവകാശങ്ങൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നു. ഒരു പുരുഷന് ഒന്നിലധികം വിവാഹം കഴിക്കാമെന്നുണ്ടെങ്കിലും സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനോ അല്ലെങ്കിൽ സ്വന്തമായി വീടും വരുമാനമുള്ള സ്ത്രീകൾക്ക് അവർ സ്വതന്ത്ര ജീവിതം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പങ്കാളിയെ ലഭിക്കാനോ ഇത് സഹായകമാകുന്നു. ഒരു പുരുഷന് ഒരേ സമയം 4 ഭാര്യമാർ വരെ ആകാം എന്നത് ഇസ്ലാമിലെ ഒരു ഇളവായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇത് കർശനമായ നിബന്ധനകളുമുണ്ട്. എല്ലാ ഭാര്യമാർക്കും തുല്യമായ നീതി നൽകണം. സാമ്പത്തികമായും ശാരീരികമായും അവരെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. മിക്ക ആധുനിക മുസ്ലിം രാജ്യങ്ങളിലും ഇതിന് കോടതിയുടെ പ്രത്യേക അനുമതിയോ ആദ്യ ഭാര്യയുടെ സമ്മതമോ ആവശ്യമായും വരുന്നതാണ്. നിക്കാഹ് മുത്തുഅ ഷിയ വിഭാഗത്തിൽ മാത്രമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഇന്നും താൽക്കാലിക വിവാഹമായി ഒരു ഇളവായി ഇത് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ലോകത്തെ ഭൂരിഭാഗം വരുന്ന മുസ്ലിം സുന്നികളും ഇതിനെ അംഗീകരിക്കുന്നില്ല. ഇസ്ലാം അനുവദിക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് കടുത്ത പാവങ്ങളായി കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന്, വ്യഭിചാരം. വിവാഹത്തിന് പുറത്തുള്ള എല്ലാത്തരം ലൈംഗിക ബന്ധങ്ങളും വ്യഭിചാരമാണ്. അതുപോലെ തന്നെ സ്വവർഗരതി. ഇസ്ലാമിക നിയമപ്രകാരം ഇത് അനുവദനീയമല്ല. മറ്റൊന്ന്, അടിമ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം. അടിമത്തം ലോകത്ത് ഇല്ലാത്തതിനാൽ ഇത് ഇന്ന് പൂർണ്ണമായും അസാധ്യവും നിഷിദ്ധവുമായിട്ട് കാണാൻ സാധിക്കും. മതപരമായിട്ടുള്ള ഈ നിയമങ്ങൾ ഓരോ രാജ്യത്തെയും അവിടുത്തെ നിയമസംഹിതയുമായി ബന്ധപ്പെട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ബഹുഭാരിത്വം മുസ്ലിം വ്യക്തി നിയമപ്രകാരം അനുവദനീയമാണെങ്കിലും മിസിയാർ അല്ലെങ്കിൽ മുത്തുഅ വിവാഹങ്ങൾ നിയമപരമായ വലിയ പരിരക്ഷ ലഭിക്കണമെന്നില്ല. നമ്മുടെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറിയേക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.